ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തി മാവും അതേപോലെ തന്നെ ദോശയുടെ മാവില്ലേ, അത് രണ്ടും വാങ്ങിച്ചു. പിന്നെ കുറച്ച് ലെമൺ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാനിപ്പോൾ ചിയ സീഡ്സിൻ്റെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു ഹാഫ് ലെമണും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു ഓവർനൈറ്റ് വെക്കും, എന്നിട്ട് രാവിലെ കുടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പിയാണല്ലോ ബ്രിഞ്ചാൾ ഇങ്ങനെ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നത്. അന്ന് ഞാനൊരു കത്രിക്ക ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്കിനും അത് അഴുക്കായിരുന്നേ. അപ്പോൾ ഇന്ന് നല്ലത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിനെ അങ്ങനെ മസാലയൊക്കെ പുരട്ടി വറുത്തെടുക്കും. വറുത്തതിന് ശേഷം മസാല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാമേ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് അതിനിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് അത് വറുത്ത് വരുമ്പോഴത്തേക്കിനും അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയേ. കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാം, കുറച്ചൊന്നും വലിയ കൊള്ളൂല്ലായിരുന്നു. ഞാനതൊരു കോംബോയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. കയ്യിലൊക്കെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ നമ്മളിങ്ങനെ കിട്ടുമ്പോൾ വരച്ച് നോക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം അത്യാവശ്യം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അതിനകത്ത് നമുക്ക് റീസെൻ്റ്ലി കിട്ടിയ ഓർഡേഴ്സാണ്. അപ്പം മുറുക്ക്, അതിരസം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അതേപോലെ തന്നെ പിക്കിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് രാവിലെ മോർണിംഗ് ആയി. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ തലേന്നേ കട്ട് ചെയ്തൊക്കെ വെക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകി ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കേ. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചാണ്. അവിയലിൻ്റെ കൂട്ടില്ലേ, അതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയതാണ്. അവിയൽ മിക്സ്, കറിവേപ്പില, പച്ചമുളക് തുടങ്ങി ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല, ഒരു 4-5 കൂട്ടം പച്ചക്കറികളേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടത്. അതിന് ഏകദേശം 80 രൂപ അടുപ്പിച്ച് അങ്ങനെ എന്താ ആണ് എമൗണ്ട് ആയത്. വലുതായിട്ടുള്ള പീസസൊക്കെ ഞാൻ പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുത്തേ. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് അവിയൽ. പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ അവിയലും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് ഞാൻ വെക്കുന്നത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് അത് നമ്മുടെ വെജിറ്റബിൾസ് വേകാനിടുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ അങ്ങോട്ട് അവിയൽ വെക്കുമ്പോൾ കുറച്ചൊരു ചാറ് കാണുമായിരിക്കും. ചൂട് ചോറിനകത്തേക്ക് നമുക്ക് ആ ചാറ് കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു രസമേ. ട്രിവാൻഡ്രത്തൊക്കെ പച്ച അവിയലാണ് കൂടുതലും. നമ്മുടെ പച്ചമുളക് അരയ്ക്കുമ്പോഴത്തേക്കിനും ആ ഒരു കളറിൽ വരുമല്ലോ. അങ്ങനെ കുക്കർ വിസിലടിക്കുന്നത് നോക്കി രാവിലത്തെ ഒരു കാത്തിരിപ്പ് അതാണ്. ഒരു വിസിലടിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പടപടയെന്ന് 4-5 വിസിലടിച്ചോളൂ. ആ ഒരു ഒന്നാമത്തെ വിസിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുക്കർ കുറേ നേരം നമ്മളിങ്ങനെ പറ്റിക്കുമല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും കുക്കറൊക്കെ വിസിലടിച്ചു. ഒരു വിസിൽ വന്നാൽ പിന്നെ നോക്കണ്ട, അത് അവിടെ ഇരുന്നോളൂ. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അതിനകത്തെ പരിപാടി കഴിഞ്ഞു. അടുത്തതിനി നമുക്കുള്ളത്, ഇന്ന് നമുക്ക് ഇവിടെ ജോലിക്കായിട്ട് ആൾക്കാരുണ്ട്, വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള കുടിക്കാനായിട്ടുള്ള വെള്ളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടായതുകൊണ്ട് കൂടുതൽ ഒരു തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഐസ് കട്ട ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കും. അപ്പോൾ ഐസ് കട്ട ഇങ്ങനെ നന്നായിട്ട് ബ്രേക്കായി വരും. അതിന് ശേഷം നമുക്കിത് കമഴ്ത്തി ഇടാൻ പറ്റും. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് മെൽറ്റായി വരുന്നവരെ ആ വെള്ളം നല്ല തണുപ്പിൽ തന്നെ ഇരിക്കുമല്ലോ. അങ്ങനെയാണ് കൂടുതലും വെള്ളം നമ്മളിങ്ങനെ കുടിക്കാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയ വഴിക്ക് ഞാൻ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ രാവിലെ ഓഫീസിൽ പോയ വഴിക്ക് നമ്മുടെ പഴവങ്ങാടി ചെന്ന് തേങ്ങയൊക്കെ ഉടച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.